ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കണ്ണാടിയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വെട്ടിത്തിളങ്ങാനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പായിട്ട് ഷെയർ ചെയ്യുന്നത്. കണ്ണാടി മാത്രമല്ല, ബൈക്കിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ്സിൻ്റെ സൈക്കിളിൻ്റെ ഒക്കെ ഈ ഒരു മിററിൽ നമുക്ക് ക്ലീൻ ആക്കാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഒക്കെ മിറർ നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായി നമുക്ക് മറ്റൊന്നുമല്ല വേണ്ടത്, നമ്മുടെ വാസ്ലിനാണ് കേട്ടോ. അപ്പോൾ ഏത് തരം വാസ്ലിൻ നമുക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വാസ്ലിൻ കുറച്ച് എടുത്തതിന് ശേഷം നമ്മുടെ മിററിലൊന്ന് തേച്ച് കൊടുക്കുക. കുറച്ച് എടുത്തിട്ടുള്ളൂ, അത് ഞാനത് ഇവിടെ നിന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നനഞ്ഞൊരു കടലാസിൻ്റെ കഷ്ണം എടുത്തിട്ട് നന്നായി ഒന്ന് തുടച്ച് കൊടുക്കുക. അപ്പോൾ അതായത് ജസ്റ്റ് ഞാൻ കുറച്ച് നേരം കണ്ടോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതിന് ശേഷം അത് നനഞ്ഞൊരു കടലാസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് ഇതൊന്ന് തുടച്ച് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുക. ഇനി ഒരു ഉണങ്ങിയ കോട്ടൻ്റെ തുണി വെച്ചിട്ട്, അല്ലെങ്കിൽ ഉണങ്ങിയ ടിഷ്യൂ പേപ്പർ ആയാലും മതി, ഒരു ടിഷ്യൂയോ അല്ലെങ്കിൽ ഒരു കടലാസ് കഷ്ണം വെച്ചിട്ട് നമുക്കൊന്നും കൂടെ തുടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കറക്റ്റ് ക്ലിയർ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കണ്ണാടിയിലും ചെയ്യാം. അത് കണ്ടോ, ജസ്റ്റ് കണ്ണാടിയിലൊന്ന് തേച്ച് കൊടുക്കുക. അതുപോലെ നമുക്ക് ഈ ഉണങ്ങിയ ഒരു കടലാസ് വെച്ചിട്ട് ചെയ്യുക, അല്ല നനഞ്ഞൊരു കടലാസ് വെച്ച് ഒന്ന് തുടച്ചു കൊടുക്കുക. അത് കണ്ടോ, ഇനി നമുക്കൊരു ഉണങ്ങിയ കടലാസ് വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ ഉണങ്ങിയ കടലാസ് വെച്ചിട്ട് ഒന്നത് തുടച്ചു കൊടുക്കുക. അപ്പോൾ ആ കറക്റ്റ് ക്ലിയർ നമുക്ക് കിട്ടും. ഇത് കണ്ട നല്ല കറക്റ്റ് നല്ല വൃത്തിയായിട്ടുണ്ട്, കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഒക്കെ നമുക്ക് ഇതുപോലെ തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് വാസലിൻ എടുക്കുക, ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുക. നനഞ്ഞൊരു കടലാസ് കഷ്ണം ഉപയോഗിച്ച് നന്നായി അത്യാവശ്യം ഒന്ന് തുടച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഉണങ്ങിയ ഒരു ടിഷ്യൂയോ ഉപയോഗിച്ച് ഒന്നുകൂടി തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ഉണ്ടാവും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കണ്ണടയിൽ നമുക്കതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. കണ്ണടൻ്റെ ഗ്ലാസ്സൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കതുപോലെ ചെയ്തെടുക്കാം. ഒരല്പം വാസലിൻ ഇതിലേക്ക് പുരട്ടിയതിന് ശേഷം നമുക്ക് ഇതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു കോട്ടൻ്റെ കടലാസ് ഉപയോഗിക്കുന്നതിന് പകരം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ജസ്റ്റ് നനച്ചൊന്ന് തുടച്ചതിന് ശേഷം ഉണങ്ങിയ കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് നന്നായി തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണാട നന്നായി ക്ലിയർ ആവും കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പും കൂടി ഷെയർ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ കണ്ണാട ചില കുട്ടികൾക്കൊക്കെ വെക്കുന്ന സമയത്ത് ചെവിയുടെ ഭാഗത്ത് ചിലപ്പോൾ ലൂസ് ഉണ്ടാകുന്നത് കൊണ്ട് മുൻപോട്ട് വീണ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് സൈഡിലും ഓരോ റബ്ബർ ബാൻഡ് വീതം കുറച്ച് ടൈറ്റിൽ ഇട്ട് കൊടുക്കുക. ഈ ഒരു സൈഡിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് ചെവിൻ്റെ ആ ഒരു ഭാഗം വരുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അയിന് വീഴാതിരിക്കാൻ സാധിക്കും കേട്ടോ. ഒന്നുകിൽ റബ്ബർ ബാൻഡ് ഇടുക, അല്ലെങ്കിൽ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നം, അത് പ്രത്യേകിച്ച് ചിലപ്പോൾ ഈ റബ്ബർ ബാൻഡ് കൂടുതൽ ചെവിക്ക് തട്ടിയാൽ ചെവിക്ക് ചൂട് വരികയും ചിലപ്പോൾ അലർജി വരികയും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു കുഷ്യൻ ചെറിയൊരു നമുക്ക് പീടികയിൽ വാങ്ങാൻ കിട്ടും, അത് വാങ്ങിയിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്റ്റേൺ ഇതിലൂടെ നിന്നോളൂ.